ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിന് കുറച്ചും കൂടി മാവ് പിഴിയാനുണ്ട്. അപ്പോൾ നൂൽപുട്ടിന് ഇന്ന് നല്ലൊരു ബട്ടർ മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ബട്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ല. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ പാല് മേടിച്ചപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ ഒന്ന് വൈകിപ്പോയിട്ടാ. അപ്പോൾ ഞാനിത് കാച്ചിയപ്പോൾ അതങ്ങനെ പിരിന്ന് വന്നപ്പോൾ ഞാനൊരു തുള്ളി സൊർക്കിയൊക്കെ ഒഴിച്ചിട്ട് അതിനിതുപോലെ ഞാൻ ബട്ടറാക്കി എടുത്തു കേട്ടോ. അത് കഴിക്കാൻ പറ്റില്ല, കറി വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെച്ച് നോക്കട്ടെ. കറി നന്നായെങ്കിൽ അടിപൊളിയായി, കറി കുളമായെങ്കിൽ ഈ പറഞ്ഞ ഉള്ളി, തക്കാളി, എണ്ണ സംഭവങ്ങളെല്ലാം വേസ്റ്റായിട്ട് എന്തായാലും ഒരു പരീക്ഷണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബട്ടർ വെച്ചിട്ടൊരു മസാല റെഡിയാക്കാൻ പോവാണ്. ഞാൻ ഒരു പ്രാവശ്യം കടയിൽ നിന്ന് എപ്പോഴും ബട്ടർ മേടിച്ചിട്ടേ മസാലക്കറി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതത്ര ഓർമ്മയില്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നൊന്നും. എന്തായാലും അപ്പോൾ ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കട്ടെ, പരീക്ഷണം വിജയിക്കുമോ എന്നറിയാമല്ലോ. അപ്പോൾ അതാ ഇടിയപ്പമൊക്കെ അതാട്ടാ, നൂൽപുട്ടൊക്കെ അവിടെ ആയിട്ടുണ്ട്. ഇനി ഒരു ആവിയും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്കും ഒന്ന് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ പനീർ മസാല തയ്യാറാക്കാനുള്ള ഉള്ളി ഇതാ ആദ്യം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് സബോള ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ വാട്ടി വരുന്ന നേരം കൊണ്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. തക്കാളിയും പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം കൂടി നല്ലൊന്ന് വാടി വരട്ടെ. ആ സമയം നമുക്ക് അപ്പുറത്ത് അടുപ്പിലെ പനീരൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആ മസാലയൊക്കെ ഒന്ന് അവിടെ വഴറ്റി റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ഈ പനീരുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടേ ചൂടാക്കിയിട്ടുള്ളൂ, ഒരുപാട് നേരമൊന്നും ചൂടാക്കിയിട്ടില്ല. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ പനീർ പിന്നെ ആ മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നന്നായിട്ടില്ല. എത്രയാ കറി ഒഴിച്ചിരിക്കുന്നത്. പാപ്പാൻ്റെ സീറ്റിലാണ് ആദിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പനീർ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു. നൂൽപുട്ടിന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകും എന്നൊന്നും കരുതിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്ക് ഇതുപോലെയൊക്കെ പനീറൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ഉച്ചക്കലിക്കുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ കുറച്ച് കിളിമീനാണ് കിട്ടിയിട്ടുള്ളത്, അത് പൊരിക്കാനാണ് കേട്ടോ. വളരെ കുഞ്ഞു മീനായിരുന്നു. അപ്പോൾ അത് കറി വെക്കണമൊന്നുമില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇത് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊരിച്ചിട്ട് പിന്നെ കുറച്ച് മോര് കാച്ചാന്നൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ ഒരു ഇങ്ങനെ കഴുത്തിൻ്റെ താഴ്ഭാഗമില്ല, അവിടെ ഒന്നും ഞാൻ കളയില്ല കേട്ടോ. അതൊക്കെ ഇതുപോലെ നല്ലപോലെ മൊരിയിച്ചിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ കറുമുറാന്ന് കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കഴുത്തിൻ്റെ അവിടെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അതേപോലെ നല്ലപോലെ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൊരിന്നുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ പൊരിച്ച് കഴിക്കാനൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറ് വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചോറൊക്കെ വെച്ചു. പിന്നെ വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, വെട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. പിന്നെ ഇതാ കുറച്ച് മോരിട്ടോ, കുറച്ച് മാത്രമേ കാച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് മോര് കാച്ചിലൊന്നും പെട്ടെന്ന് തീരില്ല. അപ്പോൾ ഇതാ കുറച്ച് മോര് കാച്ചിട്ടുണ്ട്, ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, വെറുതെ തേങ്ങ അരച്ചിട്ടൊന്ന് മോര് കാച്ചി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് പറഞ്ഞാൽ രാത്രി കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കണം, അതിനുള്ളൊരു പുറപ്പാടാണ്. അപ്പോൾ അതായത് ഓലയടയാണ് കേട്ടോ, റിബൺ അട എന്നൊക്കെ പറയും, ഡബിൾ ഹോട്ട്സിൻ്റെ. അപ്പോൾ ഈ അട വെച്ചിട്ട് പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് അധികം ഈ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ ഈ അട വെച്ചിട്ടൊക്കെ അധികം പേരും പായസം ഉണ്ടാക്കൽ. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇപ്പം വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഈ അട കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇക്കാക്ക് ഇങ്ങനത്തെ അട വെച്ചിട്ടുണ്ടാക്കുന്ന പായസം കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്.
അപ്പോൾ അത് ശർക്കരയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അട നല്ലപോലെ വേവിച്ചെടുത്തിട്ട് ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് അത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 3/4 കിലോ ശർക്കരയാണ് കേട്ടോ. 1 കിലോ ശർക്കര മേടിച്ചിട്ട് അതൊരു 2 അച്ച് ഇങ്ങനെ ശർക്കര മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അങ്ങോട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടയൊക്കെ വലിയ റിബണാണ് കേട്ടോ. ഞാനത് വേവിക്കുന്നതിൻ്റെ മുമ്പ് കാണിക്കണം വിചാരിച്ചു, അതെനിക്ക് മറന്നുപോയി. അപ്പോൾ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അടയൊക്കെ വേവിച്ചത്. ഇപ്പോൾ കണ്ടില്ല, അടയൊക്കെ നല്ലപോലെ വേവിച്ചിട്ട് പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ 2 പാക്കറ്റ് അടയാണ് കേട്ടോ ഞങ്ങളത് ഉണ്ടാക്കുന്നത്. 5 തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ ഫുൾ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തേങ്ങ ഞാൻ ചുരണ്ടി കൊടുത്തുണ്ട്. തേങ്ങയൊക്കെ ചിരകി പാലെടുത്ത് കൊടുത്തു. പിന്നെ ഒക്കെയാണ് കേട്ടോ പായസമൊക്കെ വെക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 2-ാം പാലിലാണ് ഈ അട നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നത്. 3-ാം പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2-ാം പാലും 1-ാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പാൽ കുറച്ച് കട്ടിക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-ാം പാലിൽ ഈ അട ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കണ്ട. അതിനുശേഷം ഒരു പകുതി മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ ശർക്കരപ്പാനിയൊന്നും ഒഴിച്ചു കൊടുക്കില്ല. ഇതൊരു പകുതി മുക്കാൽ വേവൊക്കെ ആകണം കേട്ടോ. ഒന്ന് വറ്റാറാകുമ്പോഴേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അതാ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തിയിട്ടൊക്കെ ഇടണം. നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ്. പിന്നെ അറിയാലേ പായസത്തിൽ എന്തായാലും ഏലക്കായ ഇടുന്നൊക്കെ അറിയാലോ അല്ലേ. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തിട്ട ഇതെല്ലാം കൂടി നെയ്യിൽ വറുത്തിട്ടാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പായസത്തിൽ തേങ്ങാക്കൊത്ത് ഇടുന്നത് അങ്ങനെ അധികം ഇഷ്ടമല്ല. അപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ നൈസായി മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നെയ്യിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടെ വറുത്തൊഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പായസത്തിൽ കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് നല്ല ടേസ്റ്റ് അറിയാം. അടപ്രഥമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 5 തേങ്ങൻ്റെ പാലൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ പറയാനും ഇല്ലല്ലേ. പിന്നെ പായസം കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പായസം ആയത് എല്ലാവരും പെട്ടെന്ന് ക്ലാസ്സിലൊഴിക്കലും കുടിക്കലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇത് രാത്രിയിലാണ് ഈ പായസം ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഫോണിൽ തീരെ ചാർജും ഉണ്ടായിരുന്നില്ല. പിന്നെ മറന്നു പോവുകയും ചെയ്തു കേട്ടോ. ഉള്ള ചാർജിലെടുക്കാമെന്ന് വെച്ചാൽ പായസം ആയതും പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും മറന്നു പോയിട്ടോ. പിന്നെ ഒക്കെ പായസം കുടിക്കുന്ന തിരക്കായിരുന്നു. അപ്പോൾ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ്. കുറച്ചൊക്കെ രാത്രിയും കുടിച്ച് ബാക്കി കുറച്ചെടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയും കുടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ അടപ്രഥമ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കിക്കുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ റിബൺ അട വെച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അന്ന് തന്നെ രാത്രി ഞാനിത് പിറ്റേ ദിവസത്തേക്ക് കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വറുക്കല്ല, സാധാ പൊടിച്ച് വെച്ച അരിപ്പൊടി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അരയ്ക്കാൻ നേരം കുറച്ച് ഈസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ കൂടുതൽ വയ്ക്കുന്നോ അത്രയും ഈസ്റ്റ് കുറച്ചിട്ടിടണം. പെട്ടെന്നൊക്കെ അരയ്ക്കണമെങ്കിൽ കുറച്ച് ഈസ്റ്റ് കൂടുതലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് അരയ്ക്കുമ്പോൾ തന്നെ രാത്രി 11:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3/4 സ്പൂൺ ഈസ്റ്റാണ് ഇട്ടത്. പിന്നെ ഞാൻ പുലർച്ചെ നേരത്തെ എണീറ്റതും ഉണ്ടാക്കും കേട്ടോ. ഒരു 4-5 മണിയാകുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇത്തിരി കൂടുതൽ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടിയും തേങ്ങയും കുറച്ച് ചോറും ഈസ്റ്റും ഒക്കെ കൂടെ ഇട്ട് അരച്ച് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അപ്പോഴേക്കപ്പോഴും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് അപ്പം ഉണ്ടാക്കണതെങ്കിൽ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോ ഈസ്റ്റിൻ്റെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടിരിക്കും. ചില ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങും, ചിലത് കുറച്ച് പൊന്തി വരാൻ താമസം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ട് ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ മാവൊക്കെ ശരിക്കും പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരിപ്പൊടിയിലാണല്ലോ നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുള്ള വെള്ളയപ്പമൊക്കെ കിട്ടി കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ആരെടുത്ത് കുത്തൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി പാലപ്പം വെള്ളയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചൂട്ടോടെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഏത് കറി ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിനൊരു മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ സമയവും എനിക്ക് വേണ്ടി മാറ്റിവെച്ച് എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.